അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ശഅബാൻ നമ്മിലേക്ക് ആഗതമായി. ഈ മഹത്തായ മാസത്തിനെ വേണ്ടുവോളം സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യാം. വിശുദ്ധമായ ശഅബാൻ മാസം നമ്മിലേക്ക് കടന്നു വരുന്ന ആ ദിവസം തന്നെ അതിനെ വരവേൽക്കാനുള്ള ദുആകൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വിശുദ്ധമായ ശഅബാൻ മാസം കഴിയുന്നതിനിടക്ക് നാം കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ചില ദുആകളുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആനി വസائر ഖൈറാത്തി ലിവജ്ഹിക്കൽ കരീം എന്ന ദുആഇന് പുറമെ നാം വർദ്ധിപ്പിക്കേണ്ട ഒന്ന് രണ്ട് ദുആകൾ ഞാനിവിടെ പറയുകയാണ്. ശഅബാൻ മാസം എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള മാസമാണ്. ഹൃദയം ശുദ്ധിയാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്തണം. നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്തിയാൽ മരിക്കുമ്പോൾ നമുക്ക് ഈമാൻ ലഭിക്കും. അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈമാൻ കിട്ടി മരിക്കുക എന്നത്. ആദ്യമായി മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ കിട്ടണമെങ്കിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തണം. ആ ഈമാൻ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ദിക്ർ ഞാൻ ആദ്യമായി പറയുകയാണ്. സുബഹി നിസ്കാരത്തിൻ്റെയും സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൻ്റെയും ഇടയിലായി യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ 40 വട്ടം നിത്യവും പതിവാക്കുന്ന ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയില്ല. അതേപോലെ ഈ ശഅബാൻ മാസം വന്നു, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെങ്കിലും തെറ്റുകൾ ചെയ്യാതെ തെറ്റിൽ നിന്ന് മുക്തമായി ജീവിതം നയിക്കണം എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം പൂവണിയാൻ വേണ്ടി ഇതേപോലെ തന്നെ സുബഹി നിസ്കാരത്തിൻ്റെയും അതിൻ്റെ സുന്നത്തിൻ്റെയും ഇടയിലായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ഈ സൂറത്ത് 11 വട്ടം പതിവാക്കുക. തെറ്റിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുന്നതാണ്. നമുക്ക് അവൻ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ നാം ചെയ്യേണ്ടത് വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ട 2 ദുആകളാണ് പറയുന്നത്. നാം ഈ ശഅബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ ആണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഖജ്ജിബ്നി ഫീഹി ഇലാ മർളാതിക വജന്നിബ്നി ഫീഹി മിൻ സുഖ്തിക വവഫിഖ്നി ഫീഹി ലിഖിറാഅതി ആയാതിക ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ, എന്നെ നീ നിന്റെ പ്രീതിയിലേക്ക് അടുപ്പിച്ചു തരണം. നിന്റെ കോപത്തിൽ നിന്ന് എന്നെ നീ അകറ്റണം. നിന്റെ വിശുദ്ധമായ കലാം അത് പാരായണം ചെയ്യാൻ അർഹമും റാഹിമുമായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന മഹത്തായ അർത്ഥമുള്ള ദുആ ആണ്. അത് നാം ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ റബ്ബി ജഅൽനി ഫീഹി മിനൽ മുസ്തഗ്ഫിരീന വജഅൽനി ഫീഹി മിൻ ഇബാദിക സ്വാലിഹീനൽ ഖാനിതീൻ വജഅൽനി ഫീഹി മിൻ ഔലിയാഇകൽ മുഖറബീന ബിറഅഫതിക യാ അർഹമർ റാഹിമീൻ എന്ന് ദുആ ചെയ്യുക. എന്താണ് അതിൽ ചോദിക്കുന്നത്? റബ്ബേ, വിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ പാപമോചനം ലഭിച്ച ഒരു കുറേ ആളുകളുണ്ട്. ആ പാപമോചനം കിട്ടിയവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണം റഹ്മാനെ.
നിന്റെ സാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിന്റെ അടുത്ത ആളുകളായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണം റബ്ബേ. നിന്റെ കൃപ കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ എന്നുള്ള ദുആ ആണ് ഈ ദുആ. അപ്പോൾ ശഅബാൻ മാസത്തിൽ നാം വർദ്ധിപ്പിക്കേണ്ട 2 ദുആകൾ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ ഓരോന്നായി അത് എഴുതി വെച്ച് പ്രാവർത്തികമാക്കുക. അതുപോലെ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനുള്ള ദിക്റും അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് മുക്തമായി ജീവിക്കാനുള്ള സൂറത്തും പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.